ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് ഞങ്ങളുടെ വീടിന് വടക്കുവശം കനകക്കുന്ന് ചെട്ടിയിലാണ്. അവിടെ യാദൃച്ഛയായിട്ട് ചെന്ന സമയത്ത് രണ്ട് ചേട്ടന്മാരവിടെ വലയെന്ന് മീൻ പെറുക്കുന്നുണ്ടായിരുന്നു. അതിന് തന്നെ ചേട്ടന്മാരെന്നോട് ക്ഷമിക്കണം, വേറൊന്നുമല്ല. കനകക്കുന്ന് ചെട്ടിക്ക് കിഴക്കുവശത്തായിട്ട് ഒരു കുടുംബക്ഷേത്രത്തിൽ നവാഹം നടക്കുന്നുണ്ടായിരുന്നു. അന്നേരം അതിൻ്റെ മൈക്ക് കനകക്കുന്ന് ചെട്ടിക്ക് കിഴക്കായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ പാട്ട് ഇവിടെ നിന്നപ്പോൾ കേൾക്കായിരുന്നു. പക്ഷെ ചെറുതായിട്ടേ കേൾക്കുന്നുള്ളായിരുന്നു. ഞാൻ വിചാരിച്ചില്ല ഇതിനകത്ത് റെക്കോർഡാകുമെന്ന്. പക്ഷെ വീട്ടിൽ വന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ട് പാട്ട് ഇതിനകത്തുണ്ട്. അന്നേരം അത് കാരണം അവിടെ സൗണ്ടും കാര്യങ്ങളും എല്ലാം കളയേണ്ടി വന്നു. ചേട്ടന്മാർ കായലിലെ മീനിൻ്റെ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു തന്നായിരുന്നു. അതെല്ലാം ഒഴിവാക്കേണ്ടി വന്നു. പിന്നെ അവിടുന്ന് ഉറത്തേന്ന് പറഞ്ഞ മീനെ കിട്ടിയെന്ന് പറഞ്ഞുണ്ട്. ഈ കാണുന്നതാണ് ഉറത്തേന്ന് പറഞ്ഞു. അന്നേരം ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഉറത്ത കുറവായിരുന്നു, പിന്നെ കൂടുതലും കൂരിയായിരുന്നു. ഉറത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. കൂരിയെപ്പറ്റിയും കായലിലെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതെല്ലാം ഒഴിവാക്കി. എല്ലാം പോട്ടെ. ഇനി ചേട്ടന്മാരെ കാണുവാണെങ്കിൽ വീണ്ടും വീഡിയോ എടുക്കാം. അങ്ങനെ കൂരിയുടെ വയറ് അറച്ച് മുട്ടയായിരുന്നു. എല്ലാ കൂരിയുടെ വയറ് അറച്ച് മുട്ടയുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് മുട്ട. കൂരിയുടെ ഒരുപാട് മുട്ടയുണ്ടായിരുന്നു. വലിയ മുട്ടയാണ്, ഒരുപാടുണ്ടായിരുന്നു. ചേട്ടൻ മുട്ടയെ പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഈ കൂരിയെ പറ്റിയാണ്ട് ചേട്ടൻ മുട്ടയുടെ കാര്യങ്ങൾ പറയുകയുണ്ട്. അതിൻ്റെ വയറ് അറച്ച് മുട്ടയാണ്. അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നായിരുന്നു. ചേട്ടൻ്റെ ഉപജീവനമാർഗ്ഗം ഇപ്പോൾ മീൻപിടുത്തവ. ചെറുപ്പം പോലെ മീൻപിടുത്തമായിരുന്നു പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഗൾഫിൽ പോയി. അന്നേരം അവിടെ നിന്നപ്പോഴാണ് കൊറോണ വന്നു. എന്നാലും ചേട്ടൻ്റെ കൂടെ താമസിച്ച 4 പേര് കൊറോണ വന്ന് മരിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അതിനുശേഷം ചേട്ടൻ നാട്ടിൽ വന്ന് വീണ്ടും ഇതുപോലെ മീൻപിടുത്തവും പിടിച്ച ചേട്ടൻ ഉപജീവനമാർഗ്ഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചേട്ടൻ ഇനി കാണുമ്പോൾ നമുക്ക് വിശദമായിട്ട് വീഡിയോ എടുക്കാം. അന്നേരം വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മടിക്കേണ്ട. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് എത്തുന്ന നമ്മുടെ ഓക്കെ.